ഈ ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. സത്യത്തിൽ വിഭജിക അത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നൊരു ആളാണോ? എന്താണ് സഹോദരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് തോന്നുന്നത്? ഒരിക്കലും അല്ല. ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യില്ല. കാരണം അവൾ ആ ഓരോ കാര്യത്തിലും അവളുടേതായ വ്യൂ പോയിന്റും അവളുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം വിദ്യാഭ്യാസം ചെയ്യുന്ന കാര്യത്തിലായാലും ജോലി കണ്ടെത്തുന്ന കാര്യമായാലും വിവാഹത്തെ പറ്റിയെല്ലാം അവൾക്ക് അവളുടേതായ ഒരു വ്യൂ പോയിന്റ്, അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറയുന്ന ഒരാളെ വിവാഹം ചെയ്യുക അല്ലെങ്കിൽ അവിടത്തേക്ക് പോവുക എന്നുള്ള ഒരാളല്ല. അവൾ സെലക്റ്റീവായിട്ടുള്ള ഒരാളാണ്. എൻ്റെ ജീവിതം, എൻ്റെ കാര്യങ്ങൾ, ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെ വിദ്യ അഭ്യസിക്കുക, ഏറ്റവും നല്ല കമ്പനികളിൽ തന്നെ ജോലി നേടുക. കാരണം ഒരിടത്ത് മാത്രം എനിക്ക് ഇവിടെ ജോലി കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ മാത്രം ഹോൾട്ട് ആവുന്ന ഒരു വ്യക്തിയല്ല. വേറെ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവിടുന്ന് ജമ്പ് ചെയ്ത് ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് സെലക്ട് ആയി പോകുന്ന ഒരാളാണ്. അപ്പം പണ്ടത്തെ തലമുറയിൽപ്പെട്ട ഒരു അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള സ്വഭാവമുള്ള അവൾ ബോൾഡാണ്, സ്റ്റേബിളാണ്. അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. മറ്റുള്ള പെൺകുട്ടികളെ പോലെ ആളല്ല വിജിക. അവളൊരിക്കലും ഇങ്ങനെ ചെയ്തില്ല. കാരണം നമ്മളായാലും പോലും ഇവിടെ വരുമ്പോഴത്തേക്ക് നാട്ടിൽ വരും ഇടയ്ക്ക്, വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷമുള്ളപ്പോൾ നമ്മുടെ കസിൻസ് എല്ലാം, എൻ്റെ ഇളയപ്പയുടെ ആയാലും മൂത്ത അപ്പയുടെ 2 മക്കളും എല്ലാം വിദേശത്താണ്. ഇവരെല്ലാം ഒരുമിച്ചൊരു വെക്കേഷൻ ടൈമിലാണ് വരുന്നത്. 40 ദിവസം അല്ലെങ്കിൽ 45 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ലീവിനൊക്കെയാണ് വരുന്നത്. അപ്പം വരുന്ന ഈ ലീവിന് ഞങ്ങളെല്ലാം ജോളിയായിട്ട് കാര്യങ്ങളെല്ലാം സന്തോഷം, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിക്കുകയും കുഞ്ഞുങ്ങൾ. അന്ന് നിതീഷും കൂടെയുണ്ട്. നിതീഷ് ഒരു തവണ മാത്രം, 1-2 തവണകൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അതും വളരെ വെക്കേഷൻ ടൈമിൽ അധികം കൂടെ വരാറില്ല. വെക്കേഷൻ ടൈമിൽ വരാറില്ല. ഈ നമ്മുടെ വിവഞ്ചിയുടെ ചേട്ടൻ വിനോദ്, എൻ്റെ ചേട്ടൻ വരുന്ന സമയത്തൊന്നും നിതീഷ് വരില്ല. നിതീഷ് നമ്മുടെ നാട്ടിലേക്ക് വരികയോ ഇവിടെ വരികയോ ചെയ്യില്ല. അഥവാ വന്നിരുന്നാൽ പോലും ഇവിടെ ജസ്റ്റ് ഒന്ന് ആ ഒരു ദിവസം 1-2 തവണയും മാത്രമേ വന്നിട്ടുള്ളൂ.